ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ അവർ യു എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ടേറും ഹില്ലും കൂടെ ആയിട്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു വരുന്നതാണ് കോളേജിൻ്റെ. ആ സമയം അവിടെ വെച്ചിട്ട് നാവോ ഫുഡ് വാങ്ങിച്ചിട്ട് പോകുന്ന കാണുന്നുണ്ട്. നമ്മുടെ നോർത്തിൻ്റെ ഫ്രണ്ടാണ് നാവോ എങ്കിലും നമ്മുടെ നോർത്തും ടേറും ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ നാവോയ്ക്ക് ടേറിനെ അറിയാം, ടേറിന് നാവോയിനെ അറിയാം. അങ്ങനെ അവർ കാണുമ്പോൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതേസമയം നാവോ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നോർത്തിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് അവനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവനെന്തോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഉള്ള പോലെ എനിക്ക് തോന്നി. നീയൊന്ന് അവനെ ശ്രദ്ധിച്ചേക്കണേ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നാവോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയമാണ് അവൻ്റെ എക്സ് അവനെ കാണാമെന്ന കാര്യം ടേറ് അറിയുന്നത്. അങ്ങനെ ഹില്ലിനോട് അവൻ ഓക്കെ ആയിരിക്കും എന്ന് നോക്കുന്ന ടൈമിന് ഹില്ല് ഓക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറ് ശരിയാ, അവൻ അത്ര എളുപ്പത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരാളല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം നോർത്തിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ താമസിക്കുന്ന ആ റൂമിൽ ബെഡിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കിടപ്പുണ്ട്. ആ സമയമാണ് ടേറ് ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ അവന് മെസ്സേജ് അയച്ചിട്ട് അതെ നിൻ്റെ എക്സ് എന്നെ കാണാമെന്നല്ലേ, അവൻ്റെ അടുത്ത് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം നോർത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ടേറ് പറ 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 എനിക്കറിയണം, എൻ്റെ അടുത്തൊന്നും ഒളിപ്പിച്ച് വയ്ക്കില്ല, അവൾ നിന്നെ കാണാൻ അങ്ങ് വരെ വന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് നീ അത്രയ്ക്ക് ഫ്രീ ആണ്, പോയി ക്ലാസ്സിൽ ഇരിക്കടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നോർത്താണെങ്കിൽ ടേറിന് പിന്നെ റീസൺ ഒന്നും പറഞ്ഞു കൊടുക്കാതെ നേരെ ടൈഗറിന് മെസ്സേജ് അയച്ചിട്ട് ടൈഗർ ഞാൻ നിന്നെ ഒന്ന് കോൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈഗർ ഞാൻ ഫ്രീ അല്ല എന്ന് പറയുന്ന ടൈമിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഗർ എന്ത് കാര്യം നോക്കുന്ന ടൈമിന് നോർത്ത് ഞാൻ അതിന് കോൾ കിട്ടിയെന്ന് നോക്കുന്നുണ്ട്. ടൈഗർ അങ്ങനെ ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ കോൾ ചെയ്യുന്ന ടൈമിന് കഴിഞ്ഞ ദിവസം നോർത്തിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് അവനെ കാണാൻ വരുന്ന ടൈമിന് അവളെ ഇപ്പോൾ ഒരു പയ്യൻ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ വീണ്ടും സെറ്റായാലും ചോദിച്ച് അവൻ വന്നത്. അപ്പോൾ ആ ടൈമിന് അവനെ ചീറ്റ് ചെയ്തു, പിന്നെ അവൻ കോളേജിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ മാറിപ്പോയതിനുള്ള കാരണം എന്തെന്ന് അറിയാനാണ് ഇപ്പോൾ ടൈഗറിനെ വിളിച്ചേക്കുന്നത്. അവൻ അങ്ങനെ അത്ര എളുപ്പത്തിൽ മാറിപ്പോയതിൽ ഒരു ബ്രേക്കപ്പ് കാരണമൊന്നും അവനെ ഒന്നിൽ ഇവിടുന്ന് പറഞ്ഞയച്ചത് തന്നെയായിരിക്കും. അങ്ങനെ അവനെ അവിടെ നോട്ടിച്ച് വിടണമെങ്കിൽ അതിന് പവറുള്ള ഒരാൾ ടൈഗറാണ്. കാരണം അവൻ നല്ല റിച്ചൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ ടൈഗറിനെ കോൾ ചെയ്ത് താൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു, നീ കാരണമാണോ അവൻ ഈ ഒരു കോളേജിൽ നിന്ന് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈഗർ അവനാണെങ്കിൽ നാവോ എന്നെ കുറേ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെക്കനെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, അതുകൊണ്ട് തന്നെ അവനെതിരെ കുറച്ച് പണി കൊടുക്കാനായിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് ജോഹാൻ ഓൾറെഡി അവന് പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഞാനും ജോഹാനും കൂടെ അവനിട്ട് പണിതു. എന്നിട്ടും അവൻ പിന്നെ നാവോയുടെ പുറകെ വന്നു. അതുകൊണ്ട് പിന്നെ അവനങ്ങ് മാറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് ജോഹാനും നീയും കൂടെയോ, ഓ അത് ശരി അങ്ങനെയാണല്ലേ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ടൈഗർ അല്ല നിനക്കെതിരായിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ, നീയാണെങ്കിൽ മനസ്സിലായിട്ടും അറിയൂടാത്ത പോലെ ഇരിക്കുവാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് വെച്ചപ്പോൾ അത് പിന്നെ നിനക്ക് ജോഹാൻ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് എനിക്കങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ടൈഗർ ആണെങ്കിൽ ഓ അങ്ങനെയാണല്ലേ, പക്ഷേ ജോഹാൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ, അതൊന്ന് കൺസിഡർ ചെയ്തുകൂടെ എന്ന് പറയാണ്. ആ സമയം ഓർത്ത് ഞാൻ എന്ത് കൺസിഡർ ചെയ്യാനാ, അവനെൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ അവനെപ്പോൾ ഒരു എന്നെ എങ്ങനെ സ്നേഹിക്കാനാ, അതുമാത്രമല്ല എനിക്ക് ഈ ലവിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കാനൊന്നും തീരെ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഗർ ശരി ശരി എന്തേലും ആവട്ടെ നിൻ്റെ ഇഷ്ടം എങ്കിൽ പിന്നെ ഞാൻ വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോർത്ത് അവൻ്റെ ഫേവറേറ്റ് പാവായിട്ടുള്ള ആ താറാവിൻ്റെ പാവ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് ഗെയിം കളിക്കാനായിട്ട് എഴുന്നേറ്റ് ചെന്നിരിക്കുകയാണ്. എന്നാൽ ആ സമയം വീണ്ടും ചാറ പറന്ന് നോട്ടിഫിക്കേഷൻ വരുന്ന കണ്ടിട്ട് ടേറായിരിക്കും എന്ന് കരുതിയിട്ട് വീണ്ടും അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് എന്തിനാ വന്നേന്ന് ചോദിക്കുമെന്നായിരിക്കുമെന്ന് കരുതിയിട്ട് അവനുണ്ടേ തന്നെ ടേറിൻ്റെ മെസ്സേജ് ഒന്നും നോക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവളെൻ്റെ അടുത്ത് വീണ്ടും ഒന്നിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു, അത്രയേ ഉള്ളൂ സമാധാനമായെന്ന് വെച്ച് തിരിച്ചൊരു മെസ്സേജ് അയച്ച് വിടാണ്. പിന്നീട് കാണിക്കുന്നത് അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടേറ് ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണ്. ആ സമയം ടേറ് ഞാൻ നിനക്ക് എത്ര മെസ്സേജ് അയച്ചു, നീ എന്താ റിപ്ലൈ തരാത്തതെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ഞാനല്ലേ നിനക്ക് റിപ്ലൈ എന്നേന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറ് എവിടെ റിപ്ലൈ ആണെന്ന് ഫോൺ എടുത്ത് നോക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓർത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ടേറിൻ്റെ മെസ്സേജ് എന്ന് കരുതി അവൻ റിപ്ലൈ കൊടുത്തത് ജോഹാനായിരുന്നു. ജോഹാൻ അറിയാതിരുന്നൊരു കാര്യം ഇപ്പോൾ ജോഹാൻ അറിഞ്ഞു, അതായത് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് അവനെ കാണാമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഓർത്ത് ദൈവം മീനിങ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ടേറ് നീ എന്തിനാ ടെൻഷനാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് നിന്ന് കളിക്കുവാണ്. ആ സമയം ടേറിന് മനസ്സിലാവുന്നുണ്ട് നോർത്തിന് നമ്മുടെ ജോഹാനാണെങ്കിൽ തെറ്റിദ്ധരിക്കണം താല്പര്യമില്ലാന്ന്. അതുകൊണ്ട് തന്നെ ടേറിപ്പോൾ കളിയായിക്കൊണ്ട് അപ്പോൾ നീ കയറിയതൊക്കെ തുടങ്ങി, അവൻ നീയും അവൾ സെറ്റായെന്നുള്ള കാര്യം തെറ്റിദ്ധരിക്കുന്നതെന്ന് കരുതിയിട്ടില്ലേ നീ ഇങ്ങനെ പേടിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവും, പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, എന്താ കള്ളത്തരമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടേറ് വിടുന്നില്ല, ടേറ് ഒരു കസേര എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ചീറ്റ് ചെയ്ത ആ ഒരു പയ്യൻ കോളേജ് മാറിപ്പോയതും അതിന് റീസൺ ജോഹാനും ടൈഗറും ആണെന്നൊക്കെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ജോഹാൻ ഉറപ്പായിട്ട് നിന്നെ ഇഷ്ടമാണെന്ന് നമ്മുടെ ടേറും നോർത്തിനോട്
ജോഹാനോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നോർത്താണെങ്കിൽ അവൻ വർക്ക് ചെയ്യുന്ന ആ ബാറിലേക്ക് പോകുന്നതാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ വർക്ക് ചെയ്യുന്ന അവനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന ആ ഒരു പയ്യൻ്റെ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവ വന്നുകൊണ്ട് തന്നെ ഇവനോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ എനിക്കതൊന്നും ഇഷ്ടമല്ലെന്ന് ഒന്ന് മാറി എന്നോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം അവിടെ വർക്ക് ചെയ്യുന്ന പാൻ എന്ന് പറഞ്ഞ പെൺകുട്ടി വരെയാണ്. അവൾ വന്നതും ഡേ ആണെങ്കിൽ ഞാൻ പിന്നെ ഒരു സമയത്ത് നിൻ്റെ അടുത്തോട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം പാനാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് വെച്ചപ്പോൾ നോർത്ത് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് വർക്കിന് കയറാനായിട്ട് അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ടൈമിന് അവനൊരു ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ അവന് നീ എവിടെയെന്ന് വെച്ച് മെസ്സേജ് ഇട്ടൊക്കെയാണ്. ജോഹാൻ ഓൾറെഡി ടേർന്നെന്ന് കരുതിയിട്ട് നമ്മുടെ നോർത്ത് മാറി അയച്ച് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഇപ്പോൾ ചോദിച്ചത്. ആ സമയം ഇവനാണെങ്കിൽ അത് പിന്നെ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ജസ്റ്റ് വന്നിട്ട് അത് ഞാൻ അറിയാതെ പറഞ്ഞതെന്ന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുകയാണ്. ആ സമയം ജോഹാൻ ഞാൻ അതിനോട് അതല്ലല്ലോ ചോദിച്ചത്, നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ്. ആ സമയം നോർത്ത് എന്ത് പറയട്ടെ എന്നിങ്ങനെ ആലോചിക്കുന്ന ടൈമിനാണ് ജോഹാൻ അവനെ കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവൾ വന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അത് പിന്നെ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്തു, അതുകൊണ്ട് വീണ്ടും സെറ്റായാലോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ അപ്പം തന്നെ അവളെ റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ വേറെ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ അറിഞ്ഞായിരുന്നു അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് കോളേജിൽ നിന്ന് മാറിപ്പോയെന്ന്. അത് അതിനുള്ള കാരണക്കാർ നീ അല്ലെങ്കിൽ ടൈഗർ ആയിരിക്കും അറിയാത്തതുകൊണ്ട് ഞാൻ ടൈഗറിനോട് ചോദിച്ചു. ടൈഗർ അപ്പോൾ നിങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹൻ അപ്പോൾ അതിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞല്ലേ, ശരി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവനാണെങ്കിൽ ഇതേ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം ജോഹൻ അതല്ലേ ഇപ്പോൾ പറഞ്ഞത്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഒന്നുമില്ലാന്ന് പറഞ്ഞത് ജോഹൻ കോളം കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആ സമയം ഓർത്ത് ഇവനെന്തിന് ഇത്ര സ്പീഡിന് കട്ട് ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതേസമയം കറക്റ്റ് ടൈഗർ ആണെങ്കിൽ നാവ് കിടന്നുറങ്ങുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് ഇവൻ അയക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഇവനെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ അവൻ്റെ അടുത്ത് കണ്ടോ നാവോടെ ക്യൂട്ട്നെസ് കണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. നമ്മുടെ ടൈഗർ ഇപ്പം നമ്മുടെ നാവോടെ കൂടെ അവൻ്റെ റൂമിലാണുള്ളത്. നാവ് കിടന്നുറങ്ങിക്കഴിഞ്ഞു. ടൈഗർ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം എടുത്ത ഫോട്ടോയാണ് നോർത്തിന് അയച്ചു കൊടുത്തത്. ആ സമയം നോർത്ത് അത്രയും ക്ലിയർ ഇല്ലാത്ത പിക്ചർ പോലും നീ എനിക്ക് അയക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ക്ലിയറുള്ള പിക്ചർ ഞാൻ നിനക്ക് അയക്കത്തില്ല, കാരണം ഇത്ര ക്യൂട്ട്നെസ് കൂടുതലാണ്, നീ ഇത്രയൊക്കെ അവൻ്റെ ക്യൂട്ട്നെസ് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോകാമെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നോർത്ത് പോവല്ലേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ ഞാനവിടെ ബാറിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളൊരു പയ്യൻ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നു. ഞാൻ അവനോട് പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ലെന്ന്, എന്നിട്ട് അവൻ വെറുതെ വിടുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടൈഗറാണെങ്കിൽ ജോഹാൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അവൻ കാര്യങ്ങൾ ഒതുക്കിക്കോളും എന്ന് പറഞ്ഞപ്പോൾ ടൈഗറാണെങ്കിൽ പറയുന്നത് തമാശയാണെന്ന് എഴുതിയിട്ട് നോർത്ത് പിന്നെ ഒരു തമാശ പോയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഗർ പിന്നെ വേറെന്തോ ചെയ്യാനാ, അത് തന്നെ സൊല്യൂഷൻ എന്ന് പറയുകയാണ്. എന്നിട്ട് നാവോ ഉറങ്ങുന്ന വീണ്ടും ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം നോർത്തിനെ വർക്ക് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് വന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നോർത്ത് വർക്ക് ചെയ്യാനായിട്ട് കയറുവാണ്. പിന്നീട് കാണിക്കുന്നത് വർക്ക് കഴിഞ്ഞിട്ട് അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാൻ നിൽക്കുന്നതാണ്. ഈ ഒരു സീനാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ നോർത്താണെങ്കിൽ ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അവൻ ഫോൺ കാണുന്നില്ല. ഫോൺ അന്വേഷിച്ചിറങ്ങി. ആ സമയം ആ ഒരു ഡേ എന്ന് പറഞ്ഞ പയ്യൻ്റെ അല്ലായിരുന്നു ആ ഫോണ് ഡേയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്ന ടൈമിന് ഡേവിനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഡേനെ തള്ളി മാറ്റിയിട്ട് ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡേയുടെ ഫ്രണ്ട്സ് ഇവനെ തടഞ്ഞു വെച്ചു. അങ്ങനെ ഡേയും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിക്കുന്ന ടൈമിനാണ് അങ്ങോട്ടേക്ക് ജോഹാൻ്റെ ബോഡി ഗാർഡ്സ് വരികയും ജോഹാൻ വന്നിട്ട് അവനെ സേവ് ചെയ്യുകയും ചെയ്തത്. ആ ഒരു സീൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ടത് ആ ഒരു സീനിന് മുമ്പുണ്ടായിരുന്ന ഫ്ലാഷ് ബാക്കിൽ നടന്ന സംഭവങ്ങളായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതേ സെയിം സീൻ നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ജോഹാനാണെങ്കിൽ ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ജോഹാനാണെങ്കിൽ നമ്മുടെ നോർത്തിനെയും കൊണ്ട് പോവുകയാണ്. എന്നാൽ നോർത്തിന് എല്ലാവരും അടി കിട്ടിയതുകൊണ്ട് തന്നെ അവന് നടക്കാൻ പറ്റുന്നില്ല, അവൻ നല്ല വേദനിക്കുന്നുണ്ട്. അങ്ങനെ ജോഹാൻ അവനെ എടുത്തുകൊണ്ട് ജോഹാൻ്റെ കാറിൽ കൊണ്ടിരുത്തിയതിന് ശേഷം അവനെ നേരെ ജോഹാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം നോർത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോഹാനാണെങ്കിൽ അവനെ ബെഡിൽ കൊണ്ട് കിടത്തുവാണ്. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന ലേഡി വന്നിട്ട് ഞാൻ അവനെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ലേഡി ജോഹാൻ പറഞ്ഞതനുസരിച്ച് നോർത്തിന് വേണ്ടിയിട്ട് ഒരു ടവലും കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ജോഹാനാണെങ്കിൽ ആ ടവൽ ഉപയോഗിച്ച് നോർത്തിൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ നോർത്ത് ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. ആ സമയം അവൻ്റെ അടുത്ത് ആ ഒരു ലേഡി നിൽപ്പുണ്ട്. ആ ലേഡിയാണെങ്കിൽ ഇപ്പം ജോഹാൻ അങ്ങോട്ടേക്ക് പോയതേ ഉള്ളൂ, നീ ഇപ്പോൾ ഓക്കെയാണോ, എന്തെങ്കിലും വേദനയൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ അല്ല ജോഹാൻ എന്താ പോയത്, എങ്ങോട്ടാണ് പോയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ജോഹാനാണെങ്കിൽ ഇത്രയും ദേഷ്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ജോഹാന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടും അതുകൊണ്ടാണ് അവൻ പോയത്, എന്നാൽ അതേസമയം നിന്നെക്കുറിച്ച് ടെൻഷനുണ്ടത്, ഈ മരുന്ന് അവൻ നിനക്ക് വേണ്ടി വെച്ചിട്ട് പോയത്, ഞാൻ നിനക്ക് ഫുഡ് എടുത്തുകൊണ്ട് വരാം, ഈ മരുന്ന് നീ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഫുഡ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ ടേർ കഴിഞ്ഞ ദിവസം നീ നിൻ്റെ മനസ്സൊന്ന് ഓപ്പണാക്കി നോക്ക്, ഒരുപക്ഷെ ജോഹാൻ നിന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിലോ നീ അത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മരുന്നൊക്കെ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് ആ ലേഡിയുടെ അടുത്തേക്ക് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട്
എനിക്ക് ജോഹാനെ കാണണമെന്ന് പറയാണ്. ജോഹാൻ പുറത്തൊന്നും പോയിട്ടില്ല. അവൻ ആ വീട്ടിൽ തന്നെ അവൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ റൂമിലെന്തോ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ലേഡിയാണെങ്കിൽ വേണ്ട ഇപ്പോൾ പോകണ്ട, അവൻ ദേഷ്യത്തിരിക്കുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് ആരും അങ്ങനെ പോവാറില്ല എന്ന് പറയാണ്. ആ സമയം ഓർത്ത് പ്ലീസ് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വാശി കാരണം ആ ലേഡിയാണെങ്കിൽ നമ്മുടെ ജോഹാൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ ജോഹാൻ പ്ലീസ് ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്കിനോട് സംസാരിക്കണമെന്ന് പറയാണ്. എന്നാൽ ജോഹാനാണെങ്കിൽ ആ ലേഡിയുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട് റൂമിലേക്ക്. ആ സമയം ആ ലേഡിയാണെങ്കിൽ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നോർത്ത് ഇല്ല ഞാൻ വരുന്നില്ല, ജോഹാൻ ഡോർ ഓപ്പൺ ചെയ്യും, എനിക്കിനോട് സംസാരിക്കണം, നിനക്കെന്നോട് ദേഷ്യമാണെന്നറിയാം, എന്നാലും പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് പറയുന്നുണ്ട്. ജോഹാൻ ഓപ്പൺ ചെയ്യാണ്. നല്ല ദേഷ്യത്തിലാണുള്ളത്. നമ്മുടെ നോർത്തിനാണെങ്കിൽ ആ ഒരു ദേഷ്യം കാണുമ്പോൾ ചെറിയൊരു ടെൻഷനാവുന്നുണ്ട്. ജോഹാനാണെങ്കിൽ അങ്ങനെ നോർത്തിനെ ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഡോർ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് അവനാണെങ്കിൽ ചുമരിൻ്റെ അവിടെ ചേർത്ത് നിർത്തിയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്ന ടൈമിന് നോർത്ത് നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്നറിയാം, പിന്നെ നീ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആ ഒരു ബാറിൽ പോയി വർക്ക് ചെയ്യരുതെന്ന്, എന്നിട്ട് ഞാൻ പോയി വർക്ക് ചെയ്തു, സോറി, പിന്നെ ഇന്നലെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാന് നല്ല ദേഷ്യം വന്നിപ്പോണ്ട്. അതേസമയം നോർത്ത് അല്ല നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്രയും കെയറിങ് കാണിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് ജോഹാൻ അത് പിന്നെ എനിക്കിത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതേസമയം അവൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ നോർത്ത് ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ജോഹാനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വന്നിട്ട് നീ എന്നോട് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാം, പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. നോർത്താണെങ്കിൽ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അതേസമയം ജോഹാൻ അവനെ കിസ് ചെയ്യുന്നുണ്ട്. നോർത്ത് തിരിച്ചും കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജോഹാനാണെങ്കിൽ അവൻ്റെ റൂമിൽ നോർത്തിനെ ഹഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ സമയം നോർത്തിന് ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. എന്നാൽ പുറത്ത് കാണിക്കാതെ എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ്, പിന്നെ നിൻ്റെ അടുത്ത് ഞാൻ ആ ബാറിൽ വർക്ക് ചെയ്യുന്ന കാര്യം മറച്ചു വെച്ചു, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ അതിനോട് അപ്പോഴേ പറഞ്ഞാലും അവിടെ വർക്ക് ചെയ്തതെന്ന്, ഇനി നീ ഒരിടത്തും വർക്ക് ചെയ്യാൻ പോകണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ഞാൻ ബാറിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തോട്ടെ, കാരണം എന്നാലേ എനിക്ക് നിൻ്റെ പൈസ അടച്ച് തീർക്കാൻ പറ്റുള്ളൂ, പിന്നെ എനിക്ക് എൻ്റെ ഹോസ്റ്റൽ ഫീസ് കോളേജ് ഫീസ് അതൊക്കെ അടയ്ക്കാൻ പൈസ വേണമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് നീയാണെങ്കിൽ നിന്നെ ഹഗ് ചെയ്യാനായിട്ട് അവസരം തന്നു കഴിഞ്ഞാൽ ഓരോ ഹഗ്ഗിനും 500 രൂപ വെച്ച് ഞാൻ തരാം, പിന്നെ ഓരോ കിസ്സിനും 1000 രൂപ വെച്ച് ഞാൻ തരാം, പിന്നെ വേറെ എന്തെങ്കിലും കൂടെ തന്നാൽ 5000 രൂപ വെച്ച് ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവന് വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നോർത്താണെങ്കിൽ അപ്പോൾ പിന്നെ 1000 രൂപ ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം 1000 രൂപ ആയിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം നോർത്ത് അപ്പം നേരത്തെ കിസ്സും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ 2000 രൂപയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല 1000 രൂപ ആയിട്ടുള്ളൂ, കാരണം നേരത്തെ കിസ് ചെയ്യുന്ന ടൈമിന് ഇതുപോലെ പൈസ തരാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് എന്തൊരു കഷ്ടമാണെന്ന് പറയാണ്. എന്നിട്ട് ജോഹാനാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് നീ പോയി കിടന്ന് ഉറങ്ങ്, ഞാൻ ഓൾറെഡി നാവിനെ വിളിച്ച് പറഞ്ഞു നീ രാവിലത്തെ ക്ലാസ്സിന് വരത്തില്ല, ഉച്ചത്തെ ക്ലാസ്സിനെ വരത്തുള്ളൂ എന്ന്, അതുകൊണ്ട് നീ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നന്നായി എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങാനായിട്ട് അവൻ നേരത്തെ ഉണ്ടായിരുന്ന റൂമിലേക്ക് പോവുകയാണ്. ആ സമയം ജോഹാനാണെങ്കിൽ എവിടെ പോവാ, ഈ ബെഡിൽ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് നോർത്തിനെ അവിടെ പിടിച്ച് കിടത്തുന്നുണ്ട്. എന്നിട്ട് നോർത്ത് ഉറങ്ങുന്ന ടൈമിലും നോർത്തിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നീട് നോർത്തിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വർക്ക് ചെയ്യുന്ന ലേഡി വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് വന്നോട്ടെ ഇങ്ങനെ ചോദിക്കുന്നതാണ്. ആ സമയം നോർത്തും എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ നോർത്ത് എഴുന്നേറ്റ് നോക്കുന്ന ടൈമിന് ആ ലേഡിയാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് യൂണിഫോം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ സൈസ് ഏതെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ 1-2 സൈസ് ആ ലേഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോഹാൻ പറഞ്ഞിട്ടാണ് ഇപ്പം നോർത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ യൂണിഫോം കൊണ്ടുവന്നത്. അങ്ങനെ നോർത്ത് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവന് കറക്റ്റ് സൈസിലുള്ള യൂണിഫോം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജോഹാനാണെങ്കിൽ നോർത്തിൻ്റെ അടുത്ത് ശരി നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എനിക്ക് ഉച്ചയ്ക്കാണ് ക്ലാസ്, ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നോർത്ത് കുളിക്കാനായിട്ട് വേറെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം ലേഡിയാണെങ്കിൽ ഇതിനു മുമ്പേ ജോഹാനാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് ആരെയും കൊണ്ടുവരുന്ന കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് അവൻ്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ബോയ് ഫ്രണ്ടെന്ന് കേട്ടത് നമ്മൾ നോർത്താണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലേഡിയാണെങ്കിൽ എന്തില്ല എന്ന്, ആ സമയമാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരുത്താൻ നിൽക്കുന്നില്ല, അങ്ങ് വിടുവാണത്. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ ജോഹാൻ്റെ കാറിൽ കോളേജിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയം ടൈഗർ ഇവനെ കോൾ ചെയ്തിട്ട് എനിക്കിനൊരു ഹെൽപ്പ് വേണം, ഞാൻ രാവിലെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, നീയാണെങ്കിൽ അവനെന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ച് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ഞാനെന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, നീ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ടൈഗർ അത് പറ്റത്തില്ല, നീ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറയാണ്. ആ സമയം നിനക്ക് ഒരു സ്നാക്സ് പോലും നിൻ്റെ ക്രഷിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, എന്നിട്ടാണോ നീ നിൻ്റെ പേര് ടൈഗർ എന്ന് വിട്ടു വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ടൈഗറാണെങ്കിൽ എൻ്റെ അവസരം വരട്ടെ നിന്നെ ഞാൻ ശരിയാക്കി കളയുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് ശരി ഞാൻ വാങ്ങിച്ചു തരാം, പക്ഷേ പൈസ നീ അയച്ചു തരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഗർ ഒരു സ്നാക്സ് വാങ്ങുമ്പോൾ ഇതിൻ്റെ പൈസ ഇല്ലേടാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ പൈസ അയച്ചില്ലെങ്കിൽ ഞാൻ വാങ്ങൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടൈഗർ ഓക്കെ അയച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്യാണ്. ആ സമയം ആരാ വിളിച്ച ടൈഗർ ആണോ എന്ന് നോർത്തിൻ്റെ അടുത്ത് ജോഹാൻ ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് അത് തന്നെ, അത് അവൻ്റെ ക്രഷിന് വേണ്ടിയിട്ട് സ്നാക്സ് വാങ്ങുമെന്ന് അവൻ എന്നോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ആർക്കാ നാവോയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നാവോയാണ് ഇവൻ്റെ ക്രഷെന്ന് ജോഹാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ നോർത്ത് ഷോക്കായി നോക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ
അത് പിന്നെ ഞാനും ടൈഗറും സംസാരിക്കുന്ന ടൈമിൽ ടൈഗർ തന്നെ എനിക്ക് പറഞ്ഞു തന്നെയെന്ന് പറയാണ്. അതിനുശേഷം ജോഹാൻ നോർത്തിനെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ കൊണ്ടുവിടുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവിട്ടതിന് ശേഷം നേരെ തന്നെ ജോഹാൻ നമ്മുടെ നോർത്തിനടുത്ത് ക്ലോസ് ആയി വരികയാണ്. ആ സമയം നോർത്ത് മേ ബി കിസ് ചെയ്യാൻ വരുന്നതായിരിക്കും എന്ന് കരുതിയിട്ട് ഫസ്റ്റ് ഒന്ന് എതിർക്കാൻ നിൽക്കുന്നുണ്ടല്ലേ, പിന്നെ കണ്ണടച്ചങ്ങ് ഇരുന്ന് കൊടുക്കുകയാണ്. ജോഹാൻ അപ്പോൾ കിസ് ചെയ്യാൻ വന്നതാണെന്ന് കരുതിയിട്ടാണ് അവനിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നതെന്ന് മനസ്സിലായിട്ട് ഒന്ന് ചിരിച്ചതിന് ശേഷം അവൻ്റെ സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ ഒരു കുഞ്ഞു കൊട്ടും കൊടുത്തിട്ട് ക്ലാസ്സിൽ പോയി ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നോർത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ചെന്നപ്പോഴത്തേക്കും അവൻ്റെ 3 ഫ്രണ്ട്സ് നാവോയും കൂടെ ഉൾപ്പെടുത്തി ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ടൈഗർ പറഞ്ഞ അനുസരിച്ച് അവൻ നാവോയ്ക്ക് വേണ്ടി സ്നാക്സ് വാങ്ങിച്ചു. എന്നാൽ സ്നാക്സ് കൊണ്ട് വെച്ചു കൊടുത്തതും അത് അകത്താകുന്നത് മൊത്തം അവൻ്റെ ഫ്രണ്ട്സാണ്. നാവ് തൊടുന്നുമില്ല. ഇത് നിനക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് ഇവനൊട്ടും പറയുന്നുമില്ല. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ടൈമിന് അവൻ്റെ ഒരു ഫ്രണ്ട് അല്ല നിന്നെ ജോഹാനാണ് കൊണ്ടുവിട്ടേന്ന് അറിയാമല്ലോ, സത്യം പറ നിങ്ങളുടെ ഒരു സെറ്റായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നാവോയും ഇന്ന് രാവിലെ ഞാനിവനെ ക്ലാസ്സിന് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് വിളിച്ചപ്പോൾ ജോഹാനാ ഫോൺ എടുത്തത്. സത്യം പറയാൻ എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ട് 3 കൂടെ ഇവനായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. പറയാന്ന് പറയും. ആ സമയം അവൻ പറഞ്ഞ് തരത്തില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം ഫ്രണ്ട്സ് എങ്ങോട്ട് എഴുന്നേറ്റ് പോവാ, അടുത്ത ക്ലാസ് ഏതാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ പോയ വഴി ഇവൻ തിരിച്ചു വന്നിരിക്കുവാണ്. അതിനുശേഷം പിന്നീട് ഇവൻ്റെ ഫ്രണ്ട്സ് വലിയ കാര്യത്തിൽ ഇവനെ പൊക്കി ക്ലാസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് ഹോം എക്കണോമിക്സ് ആയിരുന്നു ക്ലാസ്. അതായത് നമ്മുടെ കുക്കിംഗ്, അതാണ് ഐറ്റം, അതാണ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് ഇവ പിടിച്ച് കയറ്റിയിരിക്കുന്നത്. ആ സമയം ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ട് അത് പിന്നെ ഇവനെ നമ്മുടെ പേര് കൊടുത്ത് അതിനുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടീച്ചർ. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് കേക്ക് ഉണ്ടാക്കാം, രണ്ട് പേരാവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 4 പേരും കൂടെ ഒരുമിച്ച് തന്നെ നിൽപ്പുണ്ട്. 2 പേരായിട്ടാണെങ്കിലും ഒരുമിച്ച് നിന്ന് ചെയ്യുവാണ്. അങ്ങനെ ആ സമയം ഇവരിങ്ങനെ നമ്മുടെ നാവോയും നോർത്തുമാണ് ഒരു പെയർ. അങ്ങനെ കേക്കിന് വേണ്ടിയിട്ട് മാവൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിനാണ് നമ്മുടെ നോർത്തിനൊരു കോൾ വരുന്നത്. അങ്ങനെ അത് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നോർത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വിളിച്ചത് അവൻ വർക്ക് ചെയ്യുന്ന ആ ബാറിലുള്ള പാൻ എന്ന് പറഞ്ഞ പെങ്കൊച്ചാണ്. അവൾ വിളിച്ചിട്ട് നോർത്തൊരു കാര്യം പറയാനുണ്ട്, ഈ ബാറിൻ്റെ പുതിയ ഓണർ നിന്നെ ഇതിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് പുറത്താക്കിയെന്നോ, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മാറാനായിട്ട് നിൽക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം പാൻ അങ്ങനെയാണോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് അതെ, എന്തായാലും വിളിച്ചറിയിച്ച് തന്നെ താങ്ക് യു എന്ന് പറയുന്നുണ്ട്. മിക്കവാറും ജോഹാൻ്റെ പരിപാടി ആയിരിക്കും ഇവനെ ബാറിൽ നിന്ന് ഒഴിവാക്കാനായിട്ട്. കാരണം ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇവനിനി ബാറിൽ നിന്ന് വിടും തോന്നില്ലല്ലോ. അങ്ങനെ നോർത്ത് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് ചെല്ലാണ്. അകത്തേക്ക് നിന്നപ്പോൾ ഓൾറെഡി നമ്മുടെ നാവോ ആണെങ്കിൽ ഒരു വക അറിഞ്ഞുകൂടെങ്കിലും ആ മാവിൽ ആവശ്യത്തിന് മുട്ടയൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. നോർത്ത് വന്ന് നോക്കിയപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നമ്മുടെ നോർത്തിന് ഒരുവിധം കുക്കിംഗ് അറിയാം, നാവോയ്ക്ക് ABCD പോലും അറിഞ്ഞുകൂടാതിരിക്കുവാണ്. അതുകൊണ്ട് നാവോ ഇത്രയൊക്കെ ചെയ്തതിൽ നമ്മുടെ നോർത്ത് അടിപൊളി എന്നുള്ള രീതിയിൽ നിൽപ്പുണ്ട്. ആ സമയം നാവോ പറയുന്നത് പക്ഷേ ഞാൻ മുട്ട പൊട്ടി ചോദിച്ചപ്പോഴേ അതിൻ്റെ മഞ്ഞ കുറച്ചൊന്ന് പൊട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് അതിനെന്തോ കുഴപ്പം, നമ്മളത് മാവുമായിട്ട് മിക്സ് ചെയ്യാൻ പോവേലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം നാവോ അതുമാത്രമല്ല അതിൻ്റെ ഇടയിൽ കുറച്ച് മുട്ടത്തോടും കൂടെ വീണ് പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് എന്തുവാടെ ഈ പറയുന്നത്, എന്തിനാ ഇത് എടുത്ത് കളഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ കുറച്ചെടുത്ത് കളഞ്ഞു, പക്ഷേ ബാക്കി അതിൻ്റെ തന്നെ കിടപ്പുണ്ടെന്ന് പറയാണ്. ആ സമയം നോർത്ത് നോക്കിയപ്പോൾ ഇവ ഓൾറെഡി അത് മാവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇനി അത് എവിടെ നിന്ന് എടുത്ത് മാറ്റാനാ. അങ്ങനെ നോർത്ത് നീ എന്തുവാട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ കുറച്ച് കാൽഷ്യമൊക്കെ ആഡ് ആവണ്ടേ, മുട്ടത്തോടെന്ന് പറഞ്ഞാൽ കാൽഷ്യം അല്ലേ, കിടക്കട്ടെ എന്ന് നമ്മുടെ നാവോയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നാവോയും നോർത്ത് കൊണ്ടിട്ട് ആ ക്ലാസ്സിൻ്റെ പുറത്ത് നിന്ന് ഇരിക്കുന്നതാണ്. ആ സമയം കുക്കിംഗ് കഴിഞ്ഞിട്ട് അവൻ്റെ 2 ഫ്രണ്ട്സും പുറത്തിറങ്ങി വരുന്നുണ്ട്. അവരുടെ ഇവരൊക്കെ ചിരിക്കുവാണ്, കാരണം ടീച്ചർ പുറത്താക്കിയെന്നാണ് തോന്നുന്നത് ഇവർ കേക്ക് കണ്ടിട്ട്. ആ സമയം നോർത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ, ഈ ചെക്കൻ മുട്ടത്തോടെ എടുത്തിട്ടുണ്ടോയെന്ന് പറയുന്നുണ്ട്. ആ സമയം നാവോ അതിനെന്താ മുട്ടത്തോടൊക്കെ ആഡായപ്പോൾ കേക്ക് കുറച്ച് ക്രഞ്ചി ആയില്ലേ, അടിപൊളിയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് അവൻ്റെ ക്രഞ്ചി ഞാൻ ഇപ്പോൾ അടിക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ളവർ വീട്ടിൽ പോയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നോർത്തിൻ്റെ അടുത്ത് നിന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ജോഹാൻ വരും എന്നൊക്കെ പറയും കളിയാക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് മിണ്ടാതിരിക്കണമെന്ന് പറയാണ്. അതേസമയം നാവോ അല്ല നിൻ്റെ വണ്ടിയിലാണ് നീ വന്നതെന്ന് വെച്ചപ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നാവോ എങ്കിൽ വാ ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരുമിച്ച് പോവാണ്. എന്നാൽ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്ന നേരം നാവോ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള കഫേയിലേക്ക് ഇവനെ കൊണ്ടുവരാണ്. അങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോൾ നോർത്ത് നാവോയോട് അല്ല നമ്മളെന്താ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നാവോ ആ സമയം എനിക്ക് നിന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ നോർത്ത് എന്താ സംഭവം എന്ന് ചോദിക്കുന്ന സമയത്ത് നാവോ ടെൻഷനായി ഇരിക്കുവാണ്. നോർത്ത് അപ്പോൾ എന്നെ കൂടെ ടെൻഷനാക്കാതെ കാര്യം പറയാനായിട്ട് പറയുമ്പോൾ നാവോ അത് പിന്നെ എനിക്ക് തോന്നുന്നത് ടൈഗറിന് നിന്നെ ഇഷ്ടമാണെന്നാന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ അവനാണെങ്കിൽ അവൻ്റെ അടുത്ത് ആര് വന്നാലും അവൻ അവരെയൊക്കെ റിജക്റ്റ് ചെയ്ത് വിടും. പിന്നെ എപ്പോഴും നിങ്ങളുടെ സംസാരിക്കും, അവനെപ്പോഴും നിന്നെക്കുറിച്ച് പറയും. അപ്പോൾ അവനൊരാൾ ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു, അത് നീയാണെന്ന് പറയാണ്. ആ സമയം നോർത്താണെങ്കിൽ ഞാനെന്നല്ല നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നാവോ അല്ല നീ തന്നെയെന്ന് പറയുന്നുണ്ട്. അതേസമയം നോർത്ത് മനസ്സിൽ എൻ്റെ ദൈവമേ ടൈഗർ നിന്നെയാണ് ഇഷ്ടം, അത് മനസ്സിലാക്കാതെയാണ് നീ ഇതൊക്കെ പറയുന്നത്. ടൈഗർ ഇത് കേട്ട സങ്കടപ്പെട്ട് പോകുമല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നോർത്ത് എടാ അവൻ എന്നെയല്ലേ ഇഷ്ടം, നിനക്ക് ആൾ മാറിപ്പോയെന്ന് പറയുന്നുണ്ട്. ആ സമയം നാവോ അങ്ങനെയാണോ, അപ്പോൾ പിന്നെ അത് ആരായിരിക്കും എന്നുള്ള
രീതിയിൽ ആലോചിക്കുന്നുണ്ട്. പിന്നെ ആ ടോപ്പിക്ക് വിട്ടിട്ട് അല്ല പിന്നെ നിൻ്റെ ജൊഹാൻ്റെയും കാര്യം പറ, എന്താ സംഭവം, രണ്ട് സെറ്റായോ, കണ്ടിട്ട് രണ്ടും കൂടെ കിസ് ചെയ്ത പോലെ കൊണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നോർത്ത് ഒന്നും വിട്ടു പറയുന്നില്ല. ഞാവപ്പോൾ നിൻ്റെ ചുണ്ടൊക്കെ ഒന്ന് നോക്കിക്കേ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവനെയും കളിയാക്കിയിട്ട് പിന്നെ നിനക്ക് അവരോട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റായിക്കോ, അടിപൊളിയല്ലേ, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നോർത്ത് തിരിച്ച് റൂമിലേക്ക് വന്നതും അവനെ ടേറ് പിടിച്ചു വെച്ചിട്ട് പറ നിൻ്റെ ജോഹാൻ്റെ കാര്യം എന്തായി. ഹില്ല് പറഞ്ഞു ഇന്നലെ രാത്രി വന്നിട്ട് ബാറിൽ വെച്ചിട്ട് ജോഹാൻ നിന്നെ ഹെൽപ്പ് ചെയ്തെന്ന്. സത്യം പറ, എന്താ സംഭവം, നിനക്കിപ്പോഴും അവനോട് ഫീലിങ്സ് ഒന്നും തോന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് അത് പിന്നെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയം ടേറ് അപ്പോൾ നീ അവന് വേണ്ടിയിട്ട് നിൻ്റെ മനസ്സ് തുറന്നോ, ഇനിയിപ്പോൾ ജോഹാൻ്റെ അടുത്തും കൂടെ ചോദിക്കണം അവന് നിന്നെ ഇഷ്ടമാണോ എന്ന്, മേ ബി ഇഷ്ടമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ അവൻ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ഓൾറെഡി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറ് ശരിക്കും സീരിയസ്ലി എന്ന് പറഞ്ഞിട്ട് നോർത്തിൻ്റെ ഒരു അടി അടിക്കുകയാണ്. സന്തോഷം കൊണ്ട് അടിച്ച അടിയാണ്, എന്നാലും നോർത്തിന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ടേറാണെങ്കിൽ സന്തോഷം കൊണ്ട് അടിച്ചതല്ലേ, എന്തായാലും അടിപൊളി, നിങ്ങളുടെ സെറ്റായല്ലേ. പിന്നെ ഹില്ലനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെ ആ ബാറിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടേ അവനെ ആ ഒരു ബാറിൽ നിന്ന് ഒഴിവാക്കി, അതായത് അവൻ ആ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനെ മാത്രമല്ല എന്നെയും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറയാണ്. ആ സമയം ടേറ് അതെന്തിനാ നിന്നെ പിരിച്ചു വിട്ടു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവനാണെങ്കിൽ എനിക്കറിയാൻ പാടില്ല, എന്തായാലും ഞാനേ മാറാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു, നിങ്ങളെന്നോട് ആദ്യം പറഞ്ഞല്ലേ പോവല്ലേന്ന്, എന്നിട്ട് ഞാൻ പോയില്ലേ എന്ന് പറയാണ്. ആ സമയം ടേറ് അതൊന്നും കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നിനക്ക് ഫുൾ ഹാപ്പിനെസ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അടിച്ച് പൊളിക്കാനായിട്ട് പറയാണ്. ആ സമയം നമ്മുടെ നോർത്ത് ഓക്കെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.